വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശങ്കരദാസിന് തിരിച്ചടി. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയാണ്. അതായത് അദ്ദേഹം ഹർജി നൽകിയിരുന്നു. നിങ്ങൾ ദൈവത്തെ പോലെ വെറുതെ വിട്ടിട്ടില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വരുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, ശങ്കരദാസ് തന്റെ പ്രായാധിക്യം, ശാരീരിക അവസ്ഥ ഇതൊക്കെ കണക്കിലെടുത്ത് ഉള്ളൊരു നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. പക്ഷേ ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിട്ടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുകയാണ്. ദിവിഷ, വളരെ നിർണായകമായ ഒരു പരാമർശമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. KP ശങ്കരദാസ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ മെമ്പറായ KP ശങ്കരദാസ് ഈ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന ഹർജി ഇന്ന് പരിഗണനയ്ക്കെടുത്തിരുന്നത് ജസ്റ്റിസുമാരെ ദിബാങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചാണ്. ഈ ശങ്കരദാസിന് വേണ്ടി ഹാജരായിരുന്നത് മുതിർന്ന അഭിഭാഷകനായ PB സുരേഷ് കുമാറാണ്. അദ്ദേഹം വാദം ആരംഭിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ പറഞ്ഞ ആദ്യ പരാമർശം, നിങ്ങൾ ദൈവത്തിനെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ ഒരു പരാമർശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഈ കേസിലേക്ക് തന്നെ കടക്കുകയും ചെയ്തിരുന്നത്. തുടർന്ന് ഈ ശങ്കരദാസിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഈ ഹൈക്കോടതി ബെഞ്ച് നടത്തിയ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഈ ബോർഡിലെ അന്നത്തെ അംഗങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അങ്ങനെ പറയുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തെ ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് ജസ്റ്റിസ് ദിബാങ്കർ ദത്തയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബോർഡിന്റെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അജണ്ടയിൽ അന്നത്തെ മിനിറ്റ്സിൽ ശങ്കരദാസ് ഒപ്പിട്ടിരുന്ന കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ ഇത്തരമൊരു ആവശ്യവുമായി വന്നാൽ അത് തങ്ങൾക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തത്. തുടർന്ന് ശങ്കരദാസിന്റെ ഹർജി തള്ളുകയും, അതായത് ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ നേരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതിയിൽ ഇക്കാര്യത്തിൽ, അതായത് ഈ പരാമർശം നീക്കിക്കിട്ടണമെന്ന് ആവശ്യപ്പെടുകയോ അതല്ല എങ്കിൽ ഇത് അന്വേഷണത്തെ ബാധിക്കാതിരിക്കണം എന്ന കാര്യത്തിൽ ഒരു പരാമർശം രേഖപ്പെടുത്താനും ഒക്കെ സാധിക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും KP ശങ്കരദാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ പരാമർശമാണ്. അതായത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നൊരു പരാമർശമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ശങ്കരദാസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഏതെങ്കിലും തരത്തിലുള്ള അതായത് ആ പരാമർശം നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതല്ല എങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കരുതെന്നൊരു ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അത്തരം കാര്യങ്ങളിൽ ഇനി കേരള ഹൈക്കോടതിയാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ദിബീഷ്, ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. KP ശങ്കരദാസിന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പ്രായാധിക്യമൊക്കെ കണക്കിലെടുത്ത്, തൻ്റെ ശാരീരികാവസ്ഥകളൊക്കെ കണക്കിലെടുത്ത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ ഒഴിവാക്കണം എന്നൊരു ആവശ്യമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. പക്ഷേ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നൊരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലഗോപാൽ, ഇപ്പോൾ നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി. ഹൈക്കോടതി 6 മാസത്തെ കൂടി സമയം അധികം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. 6 ആഴ്ചത്തെ സമയം കൂടി അനുവദിച്ച് നൽകിയിട്ടുണ്ട് അന്വേഷണത്തിന്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇനി സ്വാഭാവികമായിട്ടും ശങ്കരദാസിലേക്കൊക്കെ അന്വേഷണ സംഘം എത്താനുള്ളൊരു സാധ്യത കൂടി കൂടുകയാണെന്ന് കണക്കാക്കാം, അല്ലേ? ശങ്കരദാസിന്റെ അറസ്റ്റ് കൂടുതൽ അനിവാര്യമാക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ, അതായത് അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ശങ്കരദാസിന്റെ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്നായിരുന്നു ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറഞ്ഞതായി പ്രചരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഏതായാലും സുപ്രീം കോടതിയിലെത്തിയ ശങ്കരദാസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഇടപെട്ടില്ല എന്ന് മാത്രമല്ല,
മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്നുണ്ടായതിനേക്കാൾ അതിരൂക്ഷമായ പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ക്രിമിനൽ ലയബിലിറ്റി എന്ന കാര്യത്തിൽ അത് മാറ്റുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയിലെ രണ്ട് പരമോന്നത ജഡ്ജിമാർ ജസ്റ്റിസ് ദിബങ്കർ ദത്തയും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആദ്യ പരാമർശം തന്നെ നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നതാണ്. ഇതോടുകൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം കോടതിയിൽ വരുന്നുണ്ട് എന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരിൽ നിന്നും മറ്റും വ്യക്തമാകുന്നത്. ഏതായാലും ഈ വിചാരണ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് അറിയില്ല. എന്നിരുന്നാൽ കൂടിയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുക എന്നതിൽ കുറഞ്ഞ് ഒരു കാര്യത്തിലേക്കും അല്ലെങ്കിൽ അതിൽ അവരുടെ മേലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാകുവാനാണ് സാധ്യത. ശരി. പി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയുടെ തീരുമാനത്തിന്റെ